അങ്ങനെതെ വീണ്ടും മലബാറിൻ്റെ ഗവിയിലൂടെ ഒരു യാത്ര, കക്കാടംപൊയിലേക്ക് മഞ്ഞു മൂടിക്കിടക്കുന്ന മലയോര മേഖലയിലേക്കൊരു യാത്ര. ഈ ഒരു സ്പോട്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു നൊസ്റ്റു ഫീലൊക്കെ അടിക്കുന്നില്ലേ? അങ്ങനെ നമ്മളിപ്പോൾ കോഴിപ്പാറ വാട്ടർഫോൾസിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. ഭയങ്കര ഒരു പച്ചപ്പിലെ മഴ പെയ്തതുകൊണ്ട് മൊത്തത്തിൽ ഇന്ന് കോട മൂടിക്കിടക്കുകയാണ്. ഇവിടെ ഒരു കുരിശുപള്ളിയുണ്ട്. ഇങ്ങോട്ടുള്ള യാത്രയിൽ ചെറിയ ചെറിയ അരുവികളും പുഴകളും നല്ല പച്ചപ്പ്, വഴി നീലക്കോടയാണ്. ഞങ്ങളങ്ങനെ നായടംപൊയിൽ എന്നൊരു സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഈ കോടയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമ്മളങ്ങനെ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ നോക്കിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോട ഇങ്ങനെ മൊത്തത്തിൽ മൂടിക്കിടക്കുകയാണ്. കക്കാടംപൊയിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് കുരിശുമല ട്രെക്കിംഗ് പോയിന്റ്. അതിൻ്റെ നിയർ ബൈ ആയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്ന റിസോർട്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ റിസോർട്ടിൽ ചെന്നിട്ട് കാണാം. നമ്മൾ മലബാറിൻ്റെ ഗവി എന്നറിയപ്പെടുന്ന കോഴിക്കോട് മലപ്പുറം അതിർത്തി പങ്കിടുന്ന നമ്മളെ കക്കാടംപൊയിൽ ഇത് ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല കോടയാണ്. നിലമ്പൂരിൽ നിന്നും 21 കിലോമീറ്റർ യാത്ര ചെയ്തതിനാൽ ഇത് ഈ കാണുന്ന കോടമഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന കക്കാടംപൊയിൽ നിങ്ങൾക്ക് എത്താം. ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചുറ്റും കോടയൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കോട ഇങ്ങനെ അവിടെ ഇങ്ങനെ മാഞ്ഞു പോകുന്നുണ്ട്. നിറയെ കോട. ഞങ്ങൾ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു ഇവിടെ. ഇപ്പോൾ മഴയൊക്കെ ഉണ്ട് മാറിയപ്പോഴത്തേക്കും നല്ല കോടയുണ്ട്, കണ്ടല്ലോ. 12 പേര് 15 പേരടങ്ങിയിട്ടുള്ള ഒരു ചെറിയ ഗ്രൂപ്പ് നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അത് നമ്മുടെ മലബാറിൻ്റെ ഗവിയിൽ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ചെറിയ പ്രൈവറ്റ് പൂളോട് കൂടിയിട്ടുള്ള ഒരു റിസോർട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന നല്ല നാച്ചുറൽ ആയിട്ടുള്ള 0% ക്ലോറിൻ അടങ്ങിയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഡബിൾ ബെഡ്റൂമും 8 പേർക്കുള്ള ബെഡ് സ്പേസ് ഉള്ള ഒരു ഡോർമെട്രി ഉള്ള ഒരു ചെറിയ റിസോർട്ടാട്ടോ. ഒരു 12 പേര് മിനിമം ഒരു 12-13 പേരൊക്കെയാണ് ഈ റിസോർട്ടിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങളൊരു 1 ഡേ ട്രിപ്പായിട്ട്, അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വെറും ഒരാൾക്ക് 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിസോർട്ടിൽ താമസിക്കാം. കിച്ചൺ ഉണ്ട്, ക്യാമ്പ് ഫയർ സൗകര്യമുണ്ട്, ഗ്രില്ല് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്തിട്ട് നമുക്ക് രാത്രിയിലൊക്കെ മനോഹരമാക്കാം ആ ഒരു രാത്രി. ഡുറ ട്രീ എസ്കേപ്പ് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. ഒരു പ്രൈവറ്റ് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു പൂളോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള നല്ല അടിപൊളി വോൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള, ഇത് കുരിശുമലയിലേക്ക് കയറുന്ന ആ ഒരു ട്രെക്കിംഗ് പോയിന്റിലേക്ക് പോകുന്ന റോട്ടിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി. ഞങ്ങളിവിടെ വന്നപ്പോൾ തൊട്ട് കക്കാടംപൊയിൽ ആകെ മൊത്തം അങ്ങ് മൂടി കിടക്കുകയാണ് കേട്ടോ. ഫുള്ള് കോടയാണ്. കോട ഈ സൈഡിൽ നിന്നാണ്, ഈ സൈഡിൽ അങ്ങോട്ട് നോക്കിയേ ഫുള്ള് കോടയാട്ടോ. ഒരു രക്ഷയില്ല. ഈ ഒരു പ്രോപ്പർട്ടി മൊത്തത്തിൽ കോട മൂടിക്കിടക്കുകയാണ്. ഇവിടെ നല്ല ചാമ്പക്കൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചാമ്പക്കൊക്കെ പറിച്ച് തിന്നു. ചെറിയൊരു സ്പേസിൽ നമ്മളൊരു ചെറിയ ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ കക്കാടംപൊയിലെ കോടയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. അപ്പോൾ ഇവിടുത്തെ ബുക്കിങ്ങിനായിട്ട് ഞാൻ താഴെ ഒരു കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചോളൂ. നിങ്ങൾക്ക് നല്ല ഓഫർ പ്രൈസിൽ തന്നെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഒരു ബെഡ്റൂമാണ് നമുക്ക് ആ മുകളിലായിട്ട് കാണുന്നത്. താഴെയായിട്ട് ഒരു 8 പേർക്കുള്ള ഡോർമെട്രി ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ള വാൾ പെയിൻറ്റിംഗ് ഒക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ആയിട്ടൊരു നാച്ചുറൽ സ്വിമ്മിംഗ് പൂളാണ്. മുകളിൽ നിന്ന് സ്പ്രിംഗ് വാട്ടറാണ് ഈ ഒരു പൂളിലോട്ട് ഒഴുകുന്നത്. ക്ലോറിൻ സ്മെല്ലോ ക്ലോറിനൊന്നും ഈ ഒരു പൂളിനകത്ത് മിക്സ്ഡ് ആയിരിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു പ്രത്യേകത. ഞങ്ങളവിടെ ഫ്രണ്ടിലായിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേ അവിടെ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. നേരെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ കാണുക ഈ ഒരു സ്വിമ്മിംഗ് പൂളാണ്. നിങ്ങളിങ്ങനെ നിറയെ മാനുകൾ, സിംഹം, എലിഫൻ്റ് ഒക്കെ ഉണ്ട്, കണ്ടോ. നല്ല അടിപൊളിയായിട്ട് എന്തായാലും ഈ ഒരു വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതാണ് ഇവിടുത്തെ ഒരു കോട്ടേജ്. നമുക്ക് ഈ കോട്ടേജിൽ എന്തൊക്കെ ഫെസിലിറ്റിയാണ് ഉള്ളത് നോക്കാം. ഫ്രണ്ടേജൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ഫീലില്ല നമുക്ക്, അടിപൊളിയല്ലേ. അപ്പോൾ ഇവിടെ ഡോർമെട്രിയിലേക്ക് വരുന്ന വാഷ്റൂമാണിത്. ഡോർമെട്രിയിൽ വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ള വാഷ്റൂം ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമുക്ക് 8 പേർക്കുള്ള ഡോർമെട്രി ഉണ്ട്. ഒരു 8 പേരും ചെറിയ കുട്ടികളൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഡോർമെട്രി ഒരു 10 പേർക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് ആ ഡോർമെട്രി ഒന്ന് കാണാം. ഇതാണ് ഇവിടുത്തെ ഒരു ഡോർമെട്രി സെറ്റപ്പ്. ഇവിടെ അത്യാവശ്യം ഒരു ക്യൂൻ സൈസ് ബെഡാണ്. ഇതിനകത്ത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 വലിയ ആളുകൾക്കും ചെറിയ കുട്ടികൾക്കും ഇവിടെ കിടക്കാം. ഇവിടെയും 2 ബെഡ് ഉണ്ട് കേട്ടോ. മുകളിലായിട്ട്
കണ്ടല്ലോ, ഇവിടെ 2 ബെഡ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശരിക്കും കുറച്ച് തടി കുറഞ്ഞ ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് ഇവിടെ കിടക്കാം. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു ഡോർമെട്രി സൗകര്യം. ഈ ഡോർമെട്രിയിൽ നിങ്ങളിപ്പോ ഒരു ഗ്രൂപ്പായിട്ട് ഒരു 8 പേര്, ഒരു 2 കുട്ടികളൊക്കെ, അങ്ങനെ ഒരു ചെറിയ ഗ്രൂപ്പൊക്കെ വരികയാണെങ്കിൽ ഈ ഡോർമെട്രിയിൽ നിങ്ങൾക്ക് കിടക്കാം. പിന്നെ ഇതിന് മുകളിലായിട്ട് ഒരു ഡബിൾ ബെഡ്റൂം ഉണ്ട്. ഒരു കപ്പിൾസ്, ഒരു ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മുകളിലത്തെ ബെഡ്റൂം ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ ഇവർ എക്സ്ട്രാ ബെഡ്, പില്ലോസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഫ്ലോറിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു 10-12 പേരടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു 8 പേർക്ക് ബെഡിലും ഒരു 2 പേർക്ക് ഇവിടെ ഈ ഫ്ലോറിലായിട്ടും പിന്നെ ഒരു ഫാമിലിക്ക് മുകളിൽ റൂമിലായിട്ടും ഫെസിലിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് വരുന്ന ഫ്രണ്ട്സ്, അതേപോലെ തന്നെ ഒരു ചെറിയ ഫാമിലി ഗാദറിംഗ് ഒക്കെ ആയിട്ട് നിങ്ങളൊരു ചെറിയ ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി മുകളിലത്തെ ബെഡ്റൂം എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് മുകളിലെ ബെഡ്റൂം ഒന്ന് പോയി നോക്കാം. എത്രത്തോളം വലിയ റൂമാണ്, അതിൻ്റെ സൗകര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമുക്ക് മുകളിലോട്ട് കയറിയിട്ടൊന്ന് നോക്കാം. ഈ ഗ്ലാസ് ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഫ്രണ്ടിൽ നല്ല മൗണ്ടൈൻ വ്യൂ ആണ് കേട്ടോ. അവിടെ നിറയെ കോടയുണ്ട്. ഇപ്പോൾ നമ്മൾ വന്ന സമയം തൊട്ടിട്ട് ഫുള്ള് കോടയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. കണ്ടല്ലോ, നമുക്ക് ബോറടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ വന്നിട്ട് ഈ ഊഞ്ഞാലിലൊക്കെ ഇങ്ങനെ ആടാം. ഈ ഊഞ്ഞാലിൽ ആടുന്നതിന്റെ പ്രത്യേകത, നമ്മൾ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കോടയാണ് കേട്ടോ, നിറയെ കോടയാണ്. ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ എൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. നമുക്ക് അവിടെ കുറച്ച് പേർക്ക്, ഒരു 10 പേർക്കൊക്കെ ഇരിക്കാനുള്ള, ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു ഏരിയ തന്നെ അവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 ഡേ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന അത്രയും നല്ലൊരു സൗകര്യമാണ് ഈ ഒരു റിസോർട്ടിൽ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. ഇപ്പം ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് ആടുവാണ്. എനിക്ക് അവിടുത്തെ ആ കോട കണ്ടുകൊണ്ട് നല്ല അടിപൊളിയാട്ടോ. നിറയെ കോടയുണ്ട്. കോട ഇങ്ങനെ ഇടയ്ക്ക് വരും പോവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് നിങ്ങൾ ചിൽഡ്രൻസ് പാർക്കോ അല്ലെങ്കിൽ ഒരുപാട് ഇൻഡോർ ഗെയിംസുകളോ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. ഇവിടെ കിഡ്സ് പ്ലേ ഏരിയ ആയിട്ടൊന്നും തന്നെ സെറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ ഔട്ട്ഡോർ ഗെയിംസുകളും കുറവാണ്. നമുക്കിവിടെ കുരിശുമല വളരെ അടുത്ത ട്രെക്കിംഗ് ഒക്കെ പോയിട്ട് കുരിശുമലയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വളരെ അടുത്താണ്. ഇവിടെ നമുക്ക് മ്യൂസിക് സിസ്റ്റം വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ രാത്രിയിൽ ചെറിയ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്തിട്ട് ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു മ്യൂസിക് സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ഒരു കിച്ചൺ ഏരിയയാണ്. നമുക്കിപ്പോൾ ഇവിടെ രാത്രിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സൗകര്യം ഉണ്ട്. ഇതെവിടെ മിനറൽ വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കർ, പിന്നെ ഗ്യാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് സിലിണ്ടറും ഗ്യാസ് ഇതേവിടെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കുക്ക് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന കോട കണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ഹൈവ കണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഡബിൾ ബെഡ്റൂം കേട്ടോ. ബെഡ്റൂം അത്യാവശ്യം വലിയ റൂമാണ്. ഇവിടെ നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ടൊരു ഫാമിലിയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബെഡ്റൂം ചൂസ് ചെയ്യാം. പിന്നെ ഡോർമെട്രി ആയാലും ബെഡ്റൂം ആയാലും നോൺ AC ആണ്, AC വരുന്നില്ല. കാരണം ഇവിടെ ACൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. കക്കാടംപൊയിലാണ്, അറിയാലോ. പ്രത്യേകിച്ച് പൊതുവെ ഇവിടെ ഇപ്പം വേനൽക്കാലമായാലും മഴക്കാലമായാലും തണുപ്പുള്ളൊരു പ്രദേശമാണ്. അപ്പം നമുക്ക് ഈ പുറത്തോട്ടുള്ള വ്യൂ ആണിത് കാണുന്നത്. കണ്ടോ, കോട. ഇവിടെ കൂടുതൽ ആളിത് അവിടെ കോട ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് റൂമിൽ നിന്നിട്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച കാണാം. വാഷ്റൂം, ഇതാണ് വാഷ്റൂം കേട്ടോ. കണ്ടോ, ബാത്റൂം വളരെ സിമ്പിളായിട്ടുള്ള ഷവറൊക്കെ ഉണ്ട്. ഇത് സിമ്പിളായിട്ടുള്ളൊരു ബാത്റൂം ഏരിയയാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഓപ്പൺ ടെറസാണ്. ഈ ഓപ്പൺ ടെറസിൽ വന്നു കഴിഞ്ഞാൽ കോട നമുക്ക് ശരിക്കും കാണാം കേട്ടോ. നോക്കിയേ, ആഴമുണ്ട് കേട്ടോ പൂള്. ഇത്രത്തോളം ആഴമുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ, നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ കുട്ടികളൊക്കെ ഇതിലോട്ട് ഇറക്കുമ്പോൾ കെയർ ചെയ്യണം കേട്ടോ. എൻ്റെ കഴുത്തിനൊപ്പം വെള്ളമുണ്ട് കണ്ടോ. നമുക്ക് ഫ്രഷ് വാട്ടർ, വെള്ളം ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ധൈര്യപൂർവ്വം പൂളിലോട്ട് ഇറങ്ങാം. നിങ്ങൾക്ക് ഹെയർ കൊഴിഞ്ഞു പോകുന്നോ സ്കിന്നിന് വല്ല പ്രോബ്ലം ഉണ്ടാകുന്നോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അതിരാവിലെ നമ്മൾ കോടയൊക്കെ കണ്ടു. ഇച്ചിരി ലൈറ്റായി ഞങ്ങൾ എണീക്കാനായിട്ട്. രാവിലെ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവർ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്യുകയാണ്. ഇവർക്ക് ഇവിടെ തന്നെ വേറെയും ഒരു റിസോർട്ടുണ്ട്, ഡുറാഹിൽ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടാണ്. ഇതിൽ നിങ്ങൾ വീഡിയോ കാണുന്ന പല ആളുകളും ചിലപ്പോൾ അവിടെ വന്നിട്ടൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ടാവും. ഞാൻ തന്നെ ഓൾറെഡി വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്, നമ്മളവിടെ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഡുറാഹിൽ ടീമിൻ്റെ ഏറ്റവും പുതിയ കക്കാടംപൊയിലെ ഒരു പ്രോപ്പർട്ടിയാണ് ഇത്, ഡുറാട്രി സ്കേപ്പ്. 12 പേര് 13 പേര് അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ അടിച്ചു പൊളിക്കാം. കോട കണ്ടുകൊണ്ട് കക്കാടംപൊയിലെ മനോഹരമായിട്ടുള്ള ചുറ്റുവട്ടം, നമ്മുടെ കുരിശുമലയിലേക്ക് കയറുന്ന ട്രെക്കിംഗ് പോയിന്റ്, നിങ്ങൾക്ക് കുരിശുമല ട്രെക്കിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വളരെ അടുത്താണ്. പിന്നെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ, ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ്. കിച്ചൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാത്രിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും കിച്ചണിലുണ്ട്. ഫ്രിഡ്ജ്, അതുപോലെ തന്നെ ഗ്യാസ്, പാത്രങ്ങൾ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. രാത്രിയിൽ നമുക്കിവിടെ ക്യാമ്പ് ഫയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാർബിക്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സെറ്റപ്പും റിസോർട്ടിൻ്റെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കിഡ്ലൻ ഓഫർ തരാൻ പോവുകയാണ്. ഈ പ്രോപ്പർട്ടി ഇപ്പം റീസെൻ്റ്ലി ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആദ്യത്തെ 5 ഗ്രൂപ്പിന് 10% ഡിസ്കൗണ്ട് ആണ് ഞാൻ തരാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ട 2 ചെറിയ കാര്യങ്ങൾ: നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഈ വാച്ച് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും ഈ വീഡിയോക്ക് നിങ്ങൾ മനോഹരമായിട്ട് കമൻറ്റ് ചെയ്യുക. ഏറ്റവും മനോഹരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആദ്യത്തെ 5 ഗ്രൂപ്പിനെ, ആദ്യമായിട്ട് ഈ റിസോർട്ടിലേക്ക് വരുന്ന 5 ഗ്രൂപ്പിന് ഈ മാസം ജൂൺ 20 മുതൽ ജൂലൈ 10 വരെയാണ് അതിൻ്റെ കാലപരിധി. ഈ കാലപരിധിക്കുള്ളിൽ നിങ്ങൾ മനോഹരമായിട്ട് 5 പേര് വീഡിയോ കാണുന്നവർ മനോഹരമായിട്ട് കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് കീപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഞാൻ തരുന്നത് 10% ഡിസ്കൗണ്ട് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളൊരു ഗ്രൂപ്പായിട്ടും അതുപോലെ തന്നെ സിംഗിൾ ഫാമിലി കപ്പിൾസൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രൈവസിയിൽ ഈ റിസോർട്ടിൽ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ നമ്മുടെ കക്കാടംപൊയിലെ മലബാറിൻ്റെ ഗവിയിലെ ഏറ്റവും പുതിയ ഡുറാട്രി സ്കേപ്പിൻ്റെ മനോഹരമായിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും കാണാൻ നമുക്ക് അടിപൊളി കാഴ്ചകളുമായിട്ട് പുതിയ പുതുപുത്തൻ സ്പോട്ടുകളുമായിട്ട് ഞാൻ സൈതു, ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ സൈതു.